തമിഴ്നാട്ടിൽ വ്യാജമദ്യം കുടിച്ച് 10 പേർ മരിച്ചു എന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. 40 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. പലരുടെയും നില ഗുരുതരമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഹരിത കരുണാകരൻ ചേരുന്നുണ്ട്. ഹരിത, ഈ വ്യാജമദ്യ വിൽപ്പന എപ്പോഴാണ് നടന്നത്? എത്ര പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്? വിശദാംശങ്ങൾ. ശ്രുതി, ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് 10 മരണമാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കള്ളക്കുറിച്ചി കരുണാപുരം സ്വദേശികളായ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. വ്യാജമദ്യ ദുരന്തമാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എങ്കിലും 40 പേർ കള്ളക്കുറിച്ചിയിലും പുതുച്ചേരിയിലുമായി ചികിത്സയിലുണ്ട്. ഇതിൽ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതലാണ് ആൾക്കാരെ ഈ ഗുരുതര ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 പേർ ആശുപത്രിയിൽ എത്തിയ ഉടനെ മരിക്കുകയും ഇപ്പോൾ ഈ 10 പേരിൽ മരിച്ചിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ ചികിത്സയിൽ ഉള്ളവരുമാണ് ഇപ്പോൾ നിലവിൽ മരിച്ചിട്ടുള്ളത്. എങ്കിലും ബന്ധുക്കൾ വ്യാജമദ്യ ദുരന്തമാണെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഈ കണ്ണിരിച്ചിൽ പോലുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടായി എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എങ്കിലും ജില്ലാ കളക്ടർ ഇതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതേസമയം തന്നെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വ്യാജമദ്യം വിറ്റതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 40 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ തന്നെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ശ്രുതി, ഹരിത, ഈ 40 പേരും ഒരേ സ്ഥലത്ത് വെച്ച് ഈ മദ്യപിച്ചു എന്നുള്ളതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ശ്രുതി, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിലും കള്ളക്കുറിച്ചി കരുണാപുരം സ്വദേശികൾക്കാണ് ഇത്തരത്തിലൊരു സംഭവം, ആ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള സ്വദേശികളാണ് നിലവിൽ മരിച്ചിട്ടുള്ളതും. 40 പേരും ആ ഒരു ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ വ്യാജമദ്യ ദുരന്തമാണെന്നാണ് പറയുന്നത്. എങ്കിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ ആ കാര്യത്തിലൊരു റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലാണ് വ്യാജമദ്യം കഴിച്ച് 10 മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. 40 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. പലരുടെയും നില ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ സംഭവത്തിൽ നടപടിയിലേക്കും നീങ്ങി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. SP-ക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലക്ടറെ സ്ഥലം മാറ്റി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്.